ഹായ് ഫ്രണ്ട്സ്, ശ്രീ PSC വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS, PFA, ബെവ്കോ എന്നീ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഉള്ള ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഭരണഘടനയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഭരണഘടനയുടെ ലാസ്റ്റത്തെ ക്ലാസ്സാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശം ഇല്ലാതാക്കിയ ഭേദഗതി ഏതാണ്? മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശം ഇല്ലാതാക്കിയ ഭേദഗതി. നമുക്കറിയാം, ഭരണഘടന നിലവിൽ വരുമ്പോൾ നമുക്ക് 7 മൗലിക അവകാശങ്ങളുണ്ടായിരുന്നു. പിന്നീട് സ്വത്തവകാശത്തെ 44ാം ഭേദഗതി അനുസരിച്ച് എടുത്തു കളഞ്ഞപ്പോൾ എത്ര മൗലികാവകാശങ്ങളുണ്ട്? ഇപ്പോൾ 6 മൗലിക അവകാശങ്ങളേ ഉള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെ ഈ സ്വത്തവകാശം ഇല്ലാതാക്കിയ ഭേദഗതി ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? 1978 44ാം ഭേദഗതി അനുസരിച്ചിട്ടാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും എടുത്തു കളഞ്ഞത്. സ്വത്തവകാശം ഇപ്പോൾ ഒരു മൗലികാവകാശമല്ല, ഇപ്പം എന്തവകാശമാണത്? നിയമാവകാശമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജനാധിപത്യ രാജ്യത്തിൽ പൗരന് അന്തസ്സും വ്യക്തിത്വവും സ്വാതന്ത്ര്യവും നിലനിർത്തുന്നതിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ചില പ്രാഥമിക അവകാശങ്ങൾ ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് മൗലിക അവകാശം എന്ന് പറഞ്ഞാൽ, ജനാധിപത്യ രാജ്യത്തിൽ പൗരന് അന്തസ്സും വ്യക്തിത്വവും സ്വാതന്ത്ര്യവും നിലനിർത്തുന്നതിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ചില പ്രാഥമിക അവകാശങ്ങളുണ്ട്. അതിനെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാഗ്ന കാർട്ട, ബിൽ ഓഫ് റൈറ്റ്സ് തുടങ്ങിയ മൗലിക അവകാശങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. മൗലിക അവകാശങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും? മാഗ്ന കാർട്ട, അതുപോലെ തന്നെ ബിൽ ഓഫ് റൈറ്റ്സ്. മാഗ്ന കാർട്ട, ബിൽ ഓഫ് റൈറ്റ്സ് ഇതൊക്കെ മൗലിക അവകാശങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. ഇനി വേറൊരു ഭേദഗതി ഉണ്ടല്ലോ, 85 52ാം ഭരണഘടനാ ഭേദഗതി. ഇമ്പോർട്ടൻ്റ് ആണ്. 1985 52ാം ഭരണഘടനാ ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പറയുന്നതാണ് അല്ലേ? കൂറുമാറ്റ നിരോധന നിയമമാണ് 1985 52ാം ഭരണഘടനാ ഭേദഗതി. അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭകളിലും ലോകസഭയിലും വോട്ട് ചെയ്യാനുള്ള പ്രായം 21 നിന്ന് 18 മാറ്റിയ ഭേദഗതി ചോദിക്കാറുണ്ട്. എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. നിയമനിർമ്മാണ സഭകളിലും ലോകസഭയിലും വോട്ട് ചെയ്യാനുള്ള പ്രായം 21 നിന്നും 18 മാറ്റിയ ഭേദഗതി ഏതാണ്? അത് 61ാം ഭേദഗതിയാണ്. 61ാം ഭേദഗതിയാണ്. ഓക്കെ അല്ലേടാ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യനെ, ശൂന്യവേളയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ശൂന്യവേളയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവന, അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വരുന്നത് ശൂന്യവേള സമയത്താണ്. രണ്ടാമത്തെ പ്രസ്താവന, ചോദ്യോത്തര വേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടയിലേക്ക് പ്രവേശിക്കും മുൻപുള്ള ചെറിയ സമയമാണ് ലോക്സഭയിൽ ശൂന്യവേള. മൂന്നാമത്തെ ഓപ്ഷൻ, പാർലമെന്റിന്റെ നിയമാവലികളിൽ ശൂന്യവേളയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. ഇതിനകത്ത് നമുക്ക് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് വേണ്ടത്. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് വേണ്ടത്. ഏതാണ്? 3 പ്രസ്താവനകളും, അതായത് തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശൂന്യവേളയെ സംബന്ധിച്ച് ശരിയാണ്. എന്തൊക്കെയാണ് ഒന്നുകൂടെ കേട്ടോ. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വരുന്നത് ശൂന്യവേള സമയത്താണ്. ഓക്കെ, ചോദ്യോത്തര വേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നുള്ള ചെറിയ സമയമാണ് എന്തെന്ന് പറയുന്നത്? ലോകസഭയിലെ ശൂന്യവേള എന്നറിയപ്പെടുന്നത്. പാർലമെന്റിന്റെ നിയമാവലികളിൽ ശൂന്യവേളയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല കേട്ടോ. പാർലമെന്റിന്റെ നിയമാവലികളിൽ ശൂന്യവേളയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, പരാമർശിച്ചിട്ടില്ല. ഓക്കെ, ഇത് 3 ശൂന്യവേളയുമായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്നാണ് അല്ലെങ്കിൽ ഏത് വർഷമാണ് ശൂന്യവേള പാർലമെന്റിലെ നടപടിക്രമങ്ങളിൽ ഉൾപ്പെടുത്തിയതെന്ന് അറിയാമോ? ശൂന്യവേള പാർലമെന്റിലെ നടപടിക്രമങ്ങളിൽ ഉൾപ്പെടുത്തിയ വർഷം 1962ആണ്. 1962 ശൂന്യവേള പാർലമെന്റിന്റെ നടപടിക്രമങ്ങളിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ 2014 മുതൽ ശൂന്യവേളയോടുകൂടിയാണ് രാജ്യസഭാ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. 2014 മുതൽ ശൂന്യവേളയോടുകൂടിയാണ് രാജ്യസഭയിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പാർലമെന്ററി രംഗത്ത് ശൂന്യവേള എന്ന് പറയുന്ന ഇന്ത്യയുടെ സംഭാവനയാണ്. പാർലമെന്ററി രംഗത്ത് ഇന്ത്യയുടെ ഒരു സംഭാവനയാണ് ശൂന്യവേള എന്ന് പറയുന്നത്. മുൻകൂർ നോട്ടീസ് നൽകാതെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള അവസരമാണ് ശൂന്യവേള. ശൂന്യവേളയിൽ എന്തിനു പറ്റും? നമുക്ക് മുൻകൂർ നോട്ടീസ് ഒന്നും കൊടുക്കണ്ട, എന്തെങ്കിലും പ്രാധാന്യമുള്ള വാർത്തകൾ അല്ലെങ്കിൽ വിഷയങ്ങൾ ഉന്നയിക്കാൻ പറ്റും. അതാണ് ശൂന്യവേള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മുൻകൂർ നോട്ടീസ് നൽകാതെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള അവസരമാണ് ശൂന്യവേള എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക,
1962 ശൂന്യവേള പാർലമെന്റിലെ നടപടിക്രമങ്ങളിൽ ഉൾപ്പെടുത്തിയത്. 2014 മുതൽ ശൂന്യവേളയോടുകൂടിയാണ് രാജ്യസഭാ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. പാർലമെന്ററി രംഗത്ത് ശൂന്യവേള ഇന്ത്യയുടെ സംഭാവനയാണ്. മുൻകൂർ നോട്ടീസ് നൽകാതെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള അവസരമാണ് ശൂന്യവേള. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹേബിയസ് കോർപ്പസ് എന്നാൽ എന്താണ്? എന്താടാ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഓപ്ഷൻ ഒന്നും വേണ്ടല്ലോ. എന്തായിരിക്കും? അനധികൃതമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ആളെ സ്വതന്ത്രനാക്കാനുള്ള കോടതിയുടെ ഉത്തരവിനെയാണ് നമ്മൾ ഹേബിയസ് കോർപ്പസ്, അതൊരു റിട്ടാണ് അല്ലേ? അനധികൃതമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ആളെ വിട്ടയക്കാനുള്ള കോടതി ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. നമുക്കറിയാം 5 തരത്തിലുള്ള റിട്ടുകളുണ്ട് അല്ലേ? അതായത് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നത്. 5 തരത്തിലുള്ള റിട്ടുകളുണ്ട്. നിങ്ങൾക്കറിയാതെ ഏതൊക്കെയാണെന്നുള്ളത്? ഹേബിയസ് കോർപ്പസ് അല്ലേ, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറന്റോ, സെർഷ്യോർ, ഇങ്ങനെ 5 തരത്തിലുള്ള റിട്ടുകളാണ് ഉള്ളത്. അതിൽ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നാണ് ഈ റിട്ട് അറിയപ്പെടുന്നത് അല്ലേ? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ. ശരീരം ഹാജരാക്കുക എന്ന അർത്ഥമാണ് ഇതിന്. ശരീരം ഹാജരാക്കുക എന്ന അർത്ഥമുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഈ ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഉണ്ട്, ഹൈക്കോടതിയിലും നിക്ഷിപ്തമാണ്. വേറെ ഒരു കോടതിക്കും ഈ അധികാരമില്ല കേട്ടോ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിച്ചുകൊണ്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ നൽകുന്ന കൽപ്പനയാണ് എന്തെന്ന് പറയുന്നത്? മാൻഡമസ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിച്ചുകൊണ്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന കൽപ്പന മാൻഡമസ്. അതാണ് മാൻഡമസിന്റെ അർത്ഥം. എന്താണ്? നാം കൽപ്പിക്കുന്നു എന്നാണ് കേട്ടോ. നാം കൽപ്പിക്കുന്നു എന്നാണ് മാൻഡമസ് എന്ന റിട്ടിന്റെ അർത്ഥം. ഹേബിയസ് കോർപ്പസ് നമ്മൾ പറഞ്ഞു ശരീരം ഹാജരാക്കുക. കോവാറന്റോ എന്ന് പറഞ്ഞാൽ എന്ത് അധികാരം. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയുക അല്ലെങ്കിൽ വിലക്കുക. സെർഷ്യോറി എന്ന് പറഞ്ഞാലോ സാക്ഷ്യപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായത്. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്: ഇത് ലോക്സഭയുടെയോ രാജ്യസഭയുടെയോ ഫലപ്രദമായ അംഗത്വത്തിന്റെ 50% കൂടുതൽ ഭൂരിപക്ഷത്തെ സൂചിപ്പിക്കുന്നു. ശരിയാണോ ഇത്? നമുക്ക് ഓരോന്നും പറഞ്ഞു പോകാം. ശരിയാണോടാ? തെറ്റല്ലേ അത്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുമായിട്ട് പ്രസ്താവന തെറ്റാണിത്. ലോകസഭയുടെയോ രാജ്യസഭയുടെയോ ഫലപ്രദമായ അംഗത്വത്തിന്റെ 50% കൂടുതൽ ഭൂരിപക്ഷത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അടുത്ത പ്രസ്താവന നോക്കാം. ഇത് ലോക്സഭയുടെയോ രാജ്യസഭയുടെയോ മൊത്തം അംഗത്വത്തിന്റെ 50%-ലധികം ഭൂരിപക്ഷത്തെ സൂചിപ്പിക്കുന്നു. അത് കറക്റ്റ് ആണല്ലേ? ഇത് എന്താണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ? എന്താണ്? ലോക്സഭയുടെയോ രാജ്യസഭയുടെയോ മൊത്തം അംഗത്വത്തിന്റെ 50%-ലധികം ഭൂരിപക്ഷത്തെ സൂചിപ്പിക്കുന്നതാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത പ്രസ്താവന നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനകത്ത് ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്ന് മാത്രമേ ഉള്ളൂ. ആ രണ്ടാമത്തെ പ്രസ്താവന, ഇപ്പം ഞാൻ പറഞ്ഞ പ്രസ്താവന മാത്രമേ ഉള്ളൂ ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സഭയുടെ മൊത്തം അംഗത്വത്തിന്റെ, അതാണ് സഭയുടെ മൊത്തം അംഗത്വത്തിന്റെ 50%-ലധികം ഭൂരിപക്ഷത്തെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. ഇതിനർത്ഥം ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് എത്രയാണ്? 273 അല്ലേ? അപ്പോൾ ലോകസഭയുടെ മൊത്തം അംഗസംഖ്യയാണ് 545. അതിന്റെ 50%-ത്തേക്കാൾ കൂടുതൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ലോകസഭയുടെ മൊത്തം അംഗസംഖ്യയുടെ, അതായത് 545 അതിന്റെ 50%. അതാണ് മൊത്തം അംഗത്വത്തിന്റെ 50%-ലധികം ഭൂരിപക്ഷമാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് 273. 545-ന്റെ 50% എന്ന് പറയുന്നത് 272.5 അതുകൊണ്ടാണ് 273 കേവല ഭൂരിപക്ഷ സംഖ്യ ആയത്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നിവ ഏത് തരം സർവീസുകൾക്ക് ഉദാഹരണമാണ്? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നിവ ഏത് തരം സർവീസുകൾക്ക് ഉദാഹരണമാണ്? അഖിലേന്ത്യാ സർവീസാണോ? രാജ്യാന്തര സർവീസാണോ? തദ്ദേശ ഭരണ സർവീസുകളാണോ? ഏതാടാ? ഇതിന് എക്സാമ്പിൾ ആണിത്. അഖിലേന്ത്യാ സർവീസുകളാണ്. നമുക്ക് ഡൗട്ടൊന്നുമില്ല അല്ലേ? അഖിലേന്ത്യാ സർവീസുകളിൽ വരുന്നതാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചിട്ടാണ് ഇതൊക്കെ രൂപീകരിച്ചിട്ടുള്ളത്? ഈ ഏതാണ്? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് IAS, നമ്മുടെ IPS, IFS ഒക്കെ അതൊക്കെ അഖിലേന്ത്യാ സർവീസുകൾ. അതൊക്കെ രൂപീകരിച്ച ആർട്ടിക്കിൾ എത്രയാണ്? 312 കേട്ടോ. അപ്പോൾ അഖിലേന്ത്യാ സർവീസുകളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 312. കേന്ദ്ര സംസ്ഥാന പദവികൾ, സർക്കാരുകളിൽ ഉന്നത സിവിൽ പദവികളിൽ സേവനമനുഷ്ഠിക്കുന്നത് ഈ സർവീസുകളിലെ അംഗങ്ങളാണ്. അപ്പോൾ ഈ അഖിലേന്ത്യാ സർവീസുകളിലെ അംഗങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ഉന്നത സിവിൽ പദവികളിലൊക്കെ സേവനം അനുഷ്ഠിക്കുന്നത്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഇവരെ നിയമിക്കുന്നത് ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC തിരഞ്ഞെടുക്കുന്നു. ഇവരെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. UPSC ആണ് സെലക്ട് ചെയ്യുന്നത്. നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള അവസാന ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ഞാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാടാ? നമുക്ക് അറിയാം മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയം ഉണ്ട്, സംസ്ഥാനത്തും ഉണ്ട് അല്ലേ. അതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 എത്രയാണ്? ഒക്ടോബർ 12-നാണ്. ഡൗട്ടൊന്നുമില്ലല്ലോ. നമുക്കറിയാം ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 അനുസരിച്ചിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും രൂപീകൃതമായിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വന്ന വർഷം പറയാമോ? 1998 ഡിസംബർ 19-നാണ് കേട്ടോ. ഡിസംബർ 19-നാണ് സംസ്ഥാനത്ത് വന്നത്. ഓക്കെ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം പാസ്സാക്കിയത് എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 1993 സെപ്റ്റംബർ 28-നാണ്. ഇതുവഴിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 93 ഒക്ടോബർ 12-ന് നിലവിൽ വരുന്നത്. ഓക്കെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്ന ആരാടാ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് കേട്ടോ. രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. കിട്ടിയോ? ഒരു ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാവേ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമാകുന്നു 1993 ഒക്ടോബർ 12-ന്. ഏത് നിയമം അനുസരിച്ചിട്ടാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം അനുസരിച്ചിട്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഓക്കെ. അടുത്തത് ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി എത്രയാണ്? ഇന്ത്യയിൽ ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് അല്ലേ. അതായത് ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് 2 കമ്മീഷണർമാരും ഉണ്ടാകും അല്ലേ. അപ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് അല്ലേ. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 324 അല്ലേ. 324. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായ വർഷം ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത് 1950 ജനുവരി 25-നാണ്. 1950 ജനുവരി 25-നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമാകുന്നത്. അതിൽ ജനുവരി 25 എന്തായിട്ടാണ് ആചരിക്കുന്നത്? സമ്മതിദായക ദിനം, വോട്ടേഴ്സ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് അല്ലേ. ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു 324 അല്ലേ. ആർട്ടിക്കിൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. എന്തുകൊണ്ട്? അതൊരു ആർട്ടിക്കിൾ അല്ലേ. ഒരു നിയമം വഴി വന്നതല്ല, അതൊരു ഭരണഘടന അല്ലെ ആർട്ടിക്കിൾ വഴി വന്നതാണ്. അപ്പോൾ ഭരണഘടന ആർട്ടിക്കിൾ ഉണ്ടായിന് 324 അനുസരിച്ചിട്ട് വന്ന സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതുകൊണ്ട് ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇനി അതുപോലെ തന്നെ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും നടത്തുന്ന തിരഞ്ഞെടുപ്പിൻ്റെയും രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പും നിയന്ത്രണവും പൂർണ്ണമായും നടത്തപ്പെടുന്നത് ആരാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനിലാണ് കേട്ടോ. എന്താണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ പറയാം. പാർലമെന്റ്, സംസ്ഥാന നിയമസഭ, ഓക്കെ, അവിടേക്ക് നടത്തുന്ന തിരഞ്ഞെടുപ്പ്, പിന്നെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ്, അതിൻ്റെ നടത്തിപ്പ് നിയന്ത്രണവും ഒക്കെ ആരും നിക്ഷിപ്തമാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. പാർലമെന്റ്, സംസ്ഥാന നിയമസഭകളിലേക്ക് നടത്തുന്ന തിരഞ്ഞെടുപ്പ്, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? അത് സുകുമാർ സെൻ ആണ് അല്ലേ. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കട്ടെ. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന ആർട്ടിക്കിളുകളാണ്. ആർട്ടിക്കിൾ 14 മൗലിക അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ എന്താണ്? സമത്വത്തിനുള്ള അവകാശമാണ് അല്ലേ. 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശമാണ്. അതിൽ 14 എന്താണ് പറയുന്നത്? നിയമസമത്വമാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് എന്താണ്? ജാതി, മതം, വർഗം, ലിംഗം, ജനനസ്ഥലം. എന്തൊക്കെയാണ്? ജാതി, മതം, വർഗം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16 അറിയാം. പൊതു ഉദ്യോഗങ്ങളിൽ അവസര സമത്വം. 16 എന്താണ്? അവസര സമത്വമാണ്.
17 എന്താണ്? അയിത്താചരണ നിരോധനമാണ്. അയിത്താചരണ നിരോധനം അല്ലേ? അതാണ് എന്ത്? ആർട്ടിക്കിൾ അൺടച്ചബിലിറ്റി അല്ലേ? ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 18 എന്താണ്? പദവിനാമങ്ങൾ നിരോധിക്കുന്നത്. അക്കാദമിക് മിലിറ്ററി പദവികൾ ഒഴികെ ബാക്കി എല്ലാ പദവിനാമങ്ങളും നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. ഓക്കെ, അതാണ് 14 മുതൽ 18 സമത്വത്തിനുള്ള അവകാശം. ഓരോന്നും നമ്മൾ പറഞ്ഞു. ഇനി ആർട്ടിക്കിൾ അടുത്തത് 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലെ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതിൽ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ആർട്ടിക്കിൾ 19 പറയുന്നത് അല്ലേ? ഇനി ആർട്ടിക്കിൾ 20 പോവുകയാണെങ്കിൽ ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 20. എന്താണ്? ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 21 എന്താണ്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 21 പറയുന്നത് എന്താണ്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 21A എന്താ പറയുന്നത്? പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് അല്ലേ? അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് വിദ്യാഭ്യാസം നൽകേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്ന് പറയുന്ന പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ അവകാശം പറയുന്ന ആർട്ടിക്കിളാണ് 21A എന്ന് പറയുന്നത്. 22 എന്താണ്? നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണമാണ് അല്ലേ? അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണമാണ് 22 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 23, 24 എന്താ? നമുക്കറിയാം. ചൂഷണത്തിനെതിരായ അവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് ആണ് 23, 24. 23 എന്ന് പറയുമ്പോൾ അടിമത്ത നിരോധനമാണ് അല്ലേ? 24 ആണെങ്കിൽ ബാലവേല നിരോധനമാണ്. ഓക്കെ, ഇനി 23 അടിമത്ത നിരോധനവും 24 ബാലവേല നിരോധനമാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എന്താണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇനി ആർട്ടിക്കിൾ 29, 30 എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. അതിൽ 29 എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാംസ്കാരിക സംരക്ഷണമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാംസ്കാരിക സംരക്ഷണം. 30 എന്താണ്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്താനുമുള്ള അവകാശമാണ്. ഓക്കെ, 29 എന്താ പറയുന്നത്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാംസ്കാരിക സംരക്ഷണം. 30 എന്താ പറയുന്നത്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്താനുമുള്ള അവകാശത്തെ പറ്റിയാണ്. പിന്നെയുള്ളത് ആർട്ടിക്കിൾ 32 ആണ് അല്ലേ? എന്താ 32 എന്ന് പറയുന്നത്? ഭരണഘടനാപരമായ പ്രതിവിധി തേടാനുള്ള അവകാശമാണ്, അല്ലെങ്കിൽ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. അതായത് ഈ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാനും കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുമുള്ള അധികാരം നൽകിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 അല്ലേ? അങ്ങനെ വിളിച്ചത് ഇനി ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്ന് ഈ ആർട്ടിക്കിളിനെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് BR അംബേദ്കർ ആണ്. ഓക്കെ, ഇത്ര ആർട്ടിക്കിൾ നിങ്ങൾ മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രധാന ക്വസ്റ്റ്യൻസ് തീർന്നു ഈ ക്ലാസ്സോടുകൂടി കേട്ടോ. അപ്പോൾ ക്ലാസ് എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് സപ്പോർട്ട് ചെയ്യാം. എന്നാൽ മാത്രമേ മുന്നോട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യാൻ എനിക്കൊരു പ്രചോദനം കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണേ. താങ്ക് യു ഓൾ. താങ്ക് യു.